ചാനൽ. കുറേ നാളായിട്ട് ലോങ് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ഫൈനലി ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നിങ്ങൾ തമ്മിലിൽ കണ്ടുപോലെ Q&A ആണ് ടോപ്പിക്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. ലൈക്ക് ഒരു റാപ്പിഡ് ഫയർ പോലെ ഒരു 4-5 ക്വസ്റ്റ്യൻ, 4-5 ഒരു 6-7 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റാപ്പിഡ് ഫയർ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതാണ് കുറച്ചും കൂടി എക്സൈറ്റഡ് തോന്നി. അപ്പൊ ഞാൻ അതിൽ നിന്ന് തന്നെ തുടങ്ങാൻ നോക്കുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടീ ഓർ കോഫി? ഓഫ് കോഴ്സ് കോഫി. ഞാൻ ടീ അങ്ങനെ കുടിക്കുന്ന ഒരാളല്ല. മോർണിംഗ് ഓർ നൈറ്റ്? മോർണിംഗ്. എനിക്ക് നൈറ്റ് ഒരു 11:30 ശേഷം തീരെ ആവില്ല. ഫോൺ കോൾ ഓർ ടെക്സ്റ്റ്? ഓഫ് കോഴ്സ് ടെക്സ്റ്റ്. ഞാൻ കോള് കണ്ടപ്പോലും എടുക്കാറില്ല. ഇൻസ്റ്റഗ്രാം ഓർ യൂട്യൂബ്? ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. സോ ബോത്ത്. അങ്ങനെ ഇപ്പോൾ ഒന്നായിട്ട് പറയാൻ പറ്റില്ല. മണി ഓർ പീസ് ഓഫ് മൈൻഡ്? ഓഫ് കോഴ്സ് പീസ് ഓഫ് മൈൻഡ്. മെസ് ഫുഡ് ഓർ സ്ട്രീറ്റ് ഫുഡ്? സ്ട്രീറ്റ് ഫുഡ്. മെസ് ഫുഡ് കൊള്ളില്ലെന്നല്ല, അടിപൊളി ഫുഡാണ് കേട്ടോ നമ്മുടെ അവിടെ. ഫേവറേറ്റ് കളർ? ബ്ലൂ. ഫേവറേറ്റ് ഫുഡ്? മന്തി. സ്വീറ്റ് ഓർ സ്പൈസി? ബോത്ത്. ഫേവറേറ്റ് ഫെസ്റ്റിവൽ? ഓണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു ഇസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ റൈറ്റ് നൗ? അഫ്കോഴ്സ് തനി മലയാളി. എനിക്ക് പുള്ളിക്കാരുടെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ തന്നെ ഞാൻ അവരുടെ വീഡിയോസ് കാണാറുണ്ട്. പിന്നെ എനിക്ക് ദിയ കൃഷ്ണനെ ഇഷ്ടമാണ്, അഹാന കൃഷ്ണനെ ഇഷ്ടമാണ്, പിന്നെ കാർത്തിക് സൂര്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു യു ഡീൽ വിത്ത് ഹെയ്റ്റ് കമന്റ്സ്? എനിക്ക് അങ്ങനെ ഇതുവരെ ഹെയ്റ്റ് കമന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഫ്യൂച്ചറിൽ മേ ബി വരാം. എനിക്കറിയില്ല എങ്ങനെയാ ഡീൽ ചെയ്യാതോ. നോക്കാം. If you had to eat only one food for the rest of your life, what would it be? അമ്മാസ് ഫുഡ്, ഐ തിങ്ക്. ഇപ്പം ഹോസ്റ്റലിൽ നിന്നിരുന്നാലും കുറേ കഴിക്കുമ്പോൾ മടുത്തിട്ട് വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ പുറത്തുനിന്ന് കഴിക്കുന്നതെങ്കിലും ഒരുപാട് കഴിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ മടുക്കും. സോ വിച്ച് 3 things can you never leave the house without? 3 things. ഫസ്റ്റ് ഫോൺ ഇല്ലാണ്ട് പറ്റില്ല. രണ്ടാമത് ക്യാഷ്. ഇപ്പം GPay എല്ലായിടത്തും ഒക്കെ ആവണമെന്നില്ല. സോ ക്യാഷും. പിന്നെ ലിപ്സ്റ്റിക് അഡിക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ സെഡ് ഐ എം ബിസി വെൻ യു വർ ജസ്റ്റ് വാച്ചിങ് റീൽസ്? യെസ്. ഡു യു കൺസിഡർ യുവർ സെൽഫ് ആൻ ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? കറന്റ്ലി ഇപ്പം ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. കൊറോണ ടൈം ആയപ്പോൾ ഞാൻ ആംബിവേർട്ടായി. കോളേജിൽ ഫസ്റ്റ് ഇയർ വരെ ആംബിവേർട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാണ്ടായി. സോ ഞാൻ ഇൻട്രോവേർട്ടിലോട്ട് മാറിക്കൊണ്ടിരിക്കും. എൻജോയ് യുവർ സ്കൂൾ ഡേയ്സ് ഓർ കോളേജ് ഡേയ്സ് മോർ? ഓഫ് കോഴ്സ് സ്കൂൾ ഡേയ്സ്. കോളേജ് ഡേയ്സ് എനിക്ക് അത്ര ഒരു ഇതല്ല. എനിക്ക് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നുന്നത് എൻ്റെ സ്കൂൾ. വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് യുവർ യൂട്യൂബ് ചാനൽ? അത് എന്താ കഥ പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം ഞാനും എൻ്റെ ചേച്ചിയും കൂടി തോമസ് ബേക്കറിയിൽ പപ്സ് മേടിക്കാനായിട്ട് പോയി. എനിക്ക് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ എപ്പോഴത്തെയും പോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോളുന്നു. അപ്പം എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇങ്ങനെ യൂട്യൂബിലെ വീഡിയോ ഇട്ട് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചുമ്മാ ഇട്ട് നോക്കി. അപ്പോഴത്തേക്കും ഒരു 500 റേഞ്ച് വ്യൂസ് വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓ, അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ നേരത്തെ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് തുടങ്ങിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു പ്ലാൻ യുവർ വീഡിയോസ് ഇൻ അഡ്വാൻസ് ഓർ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ? ഞാൻ പെട്ടെന്നായിരിക്കും ഇങ്ങനെ നോക്കി ഇന്ന് വീഡിയോ ഉണ്ടപ്പം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും ഞാൻ ചെയ്യാറ്. വാട്ട് ഈസ് യുവർ ഗോ ടു കംഫോർട്ട് ഫുഡ്? മെയിനായിട്ട് അമ്മയുടെ ഫുഡ് തന്നെയാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് ഫുഡ് ചോദിക്കുകയാണെങ്കിൽ മന്തി. കാറ്റ്സ് ഓർ ഡോഗ്? എനിക്ക് രണ്ടിനെയും ഭയങ്കര പേടിയാണ്. How long did you take to get your first 100 subscribers? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 1 മന്തോളം എടുത്തു. ഇത് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ ആൾക്കാരോട് എല്ലാവരോടും പറയുന്നത് ഞാൻ യൂട്യൂബ് സബ്സ്ക്രൈബർ കിട്ടുമെന്ന്. അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ അത് മടുത്തു. ആവശ്യമുള്ളവരെ ചെയ്യട്ടെ എന്നുള്ള ഇതിലായി. അങ്ങനെ എനിക്ക് തോന്നുന്നു 1 മന്ത് ഓർ 1.5 മന്ത് 2 മന്ത് അറൗണ്ട് അത്രയും ടൈം കൊണ്ടാണ് എനിക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയത്. പിന്നെ 1 ഇയർ ആവുന്നതിന് മുന്നേ തന്നെ 10K കഴിഞ്ഞു. വാട്ട്സ് ദ മോസ്റ്റ് എംബ്രേസിംഗ് തിങ് ദാറ്റ് എവർ ഹാപ്പൻഡ് വൈൽ ഫിലിമിങ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ കൂടെ ഓഫീസിൽ ഒരു ദിവസം പോയിരുന്നു. അങ്ങനെ പോയപ്പോൾ ലൈക്ക് ഓൾമോസ്റ്റ് ഈ ഷൂട്ട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇങ്ങനെ മോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പോയിണ്ടായിരുന്നു. അപ്പം
ഓക്കെ വേണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഇത് വന്നിട്ടില്ല. അല്ലാണ്ട് എനിക്ക് വലിയ ഒരു ഇതൊന്നും വന്നിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയണ്ടേ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.